വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ GP-ക്കകത്ത് സം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്. GP-യുടെ സം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ GP-യിൽ ജിയോമെട്രിക് പ്രോഗ്രഷനകത്ത് എന്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, രണ്ട് ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് വേറൊരു ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ടതെല്ലാം. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനകത്ത് സം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് n ടേംസിൻ്റെ സം, അല്ലെങ്കിൽ ആദ്യത്തെ 5 ടേംസിൻ്റെ സം, അല്ലെങ്കിൽ 3 ടേംസിൻ്റെ സം, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒരു GP A1, A2, A3 അങ്ങനെ n ടേംസ് വരെ ഉണ്ട്. ഇതിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പം അതിനായിട്ട് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക, R ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അതാണ് കേസ് 1 ആയിട്ട്, R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A ഇൻറ്റു R⁻n−1 ബൈ R−1 ആയിരിക്കും. R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. ഇനി ഈ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ, ഒന്നിൽ കുറവാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കേസ് ആയിട്ട് എഴുതാം. സം കാണാനുള്ള ഇക്വേഷൻ A ഇൻറ്റു 1−R⁻n ബൈ 1−R ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചിട്ടോണം എപ്പം ചെയ്താലും R ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ നോക്കിയിട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. പെട്ടെന്ന് ചാടിക്കയറി ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാനായിട്ട് പോകരുത്, ആൻസർ തെറ്റിപ്പോകും. ആദ്യം തന്നെ തന്നിരിക്കുന്നതിനകത്ത് കോമൺ റേഷ്യോ എത്രയാണെന്ന് നോക്കുക, അതനുസരിച്ച് മാത്രം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിനകത്ത് n ടേംസിൻ്റെ സം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? A1 + A2 + A3 അങ്ങനെ AN വരെ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ആൻഡ് ദി സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീരീസ്. ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കിട്ടണം? Sn കിട്ടണം, S5 കിട്ടണം. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മും കിട്ടണം, n ടേംസിൻ്റെ സമ്മും കിട്ടണം. തന്നിരിക്കുന്നത് 1, 2/3, 4/9 അങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 2/3, 4/9 ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കിവിടെ കോമൺ റേഷ്യോ കിട്ടണം. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് A2/A1 ആണ് അല്ലേ? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 2/3/1. ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 2/3/1 ദാറ്റ് ഈക്വൽ ടു 2/3. കോമൺ റേഷ്യോ നമുക്ക് കിട്ടി. 2/3 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 1-നെക്കാട്ടിലും കുറവാണ് അല്ലേ? അപ്പോൾ R ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എസ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? A ഇൻറ്റു 1−R⁻n ബൈ 1−R ആണ്. A ഫസ്റ്റ് ടേം ആണ്, അത് 1 ആണ്. ഓക്കെ, 1 ഇൻറ്റു 1 - R എന്ന് പറയുന്നത് 2/3 ദ ഹോൾ റേസ് ടു n ബൈ 1 - 2/3. ടു ബൈ 3 ദ ഹോൾ റേസ് ടു n എന്ന് വെച്ചാൽ 2n ബൈ 3n എന്നാണ് അല്ലേ? ഇവിടെ നമുക്കൊന്ന് LCM എടുത്ത് ക്ലിയർ ചെയ്യാമല്ലോ. ഈ 3n കൊണ്ട് ഈ 1-നെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? 3n മൈനസ് ഇവിടെ ആരുണ്ട്? 2n ഉണ്ട്. ബൈ കോമൺ ആയിട്ട് ആര് വരും? 3n വരും. 2/3 ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് 2n ബൈ 3n ആണ്.
ആ 3n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് കോമൺ ആയിട്ട് 3n താഴേക്ക് എഴുതി. ഇനി ഇവിടെ 1 - 2/3 1 - 2/3 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 - 2/3 എന്ന് പറയുന്നത് 3 - 2/1 ആണ് അല്ലേ? ദറ്റ് ഈസ് ബൈ 3 ആണ്. ഇവിടെ 3 അല്ലേ? 3 - 2/3 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് വരും. ഈ 1/3യുടെ റെസിപ്രോക്കലാണ് അല്ലേ? 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 3 വരുന്നു. ഡിനോമിനേറ്ററിൽ 1/3 വരും. 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 നേരെ മുകളിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ Sn ഈക്വൽ ടു കിട്ടി. Sn ഈക്വൽ ടു, അല്ലെങ്കിൽ സം ഓഫ് ദി n ടേംസ് ഈക്വൽ ടു, ഒരു 3 ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതി അല്ലേ? ഇവിടെ 1 ആണ്, അതുകൊണ്ടാണ് പിന്നെ 1 എഴുതാത്തത്. ഇവിടെയുള്ള 3 എഴുതി. ദെൻ ബ്രാക്കറ്റിൽ 3n - 2n ബൈ 3n എന്ന് വരും. സം ഓഫ് nth ടേംസ് കിട്ടി. ക്ലിയർ ആയോ? അല്ലെങ്കിൽ n ടേംസിൻ്റെ സം എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് S5 എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. S5 ചെയ്യാൻ സിമ്പിളാണ്. ഈ കിട്ടിയതിനകത്ത് എന്നിൻ്റെ പ്ലേസിൽ 5 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്തെ എന്നിൻ്റെ പ്ലേസിലൊക്കെ 5 ഇട്ട് കൊടുക്കുക. 3 × 3⁵ - 2⁵ ബൈ 3⁵ എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 3 × 3⁵. 3 × 3 × 3 അങ്ങനെ 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 3⁵ എന്ന് പറയുമ്പോൾ 3 × 3 × 3 × അങ്ങനെ 5 ടൈംസ് വരും. ഇപ്പോൾ 3⁵ എന്ന് പറയുന്നത് 243 ആണ്. 2⁵ എന്ന് പറയുന്നത് 32 ആണ്. ബൈ 243. ഇതും കൂടി ക്യാൻസലാക്കാം. 81 വരും. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 211 വരും. 211 ബൈ 81. ഇതായിരിക്കും S5. ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 211/81. n ടേമിൻ്റെ സം എന്ന് പറയുന്നത് 3 × 3n - 2n ബൈ 3n ആയിരിക്കും. പല പ്രാവശ്യമായിട്ട് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒന്നാമത്തെ ഫ്രാക്ഷനാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് 6 എന്ന് പറയുന്നതിന് 2/3 ആണ് നമുക്ക് കിട്ടുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങും അല്ലേ? പിന്നെ ചെയ്തു വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥിരം ചോദിച്ച് കാണാറുള്ളതാണ്. ഒരു 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വന്നേ. മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ. എക്സാമിന് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ എക്സാമിന് ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടണമെന്നില്ല. കാര്യങ്ങൾ അത് തന്നെയായിരിക്കാം, പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് വേയിലായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. കോൺസെപ്റ്റ് സെയിം ആയിരിക്കും, സിലബസിനകത്തുള്ളത് തന്നെയായിരിക്കും, ആ സിലബസ് ബേസ് ചെയ്തുള്ള കറക്റ്റ് ഇത് തന്നെയായിരിക്കും, പക്ഷേ ചോദിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മാർക്ക് പോകുന്നതും അല്ലേ? ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതും. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോരുന്നു കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഒന്ന് പറയുകയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ഒന്ന് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി ടേംസ് ഓഫ് GP 3, 9, 27 അങ്ങനെ അങ്ങ് പോവുകയാണ്. ആർ നീഡഡ് ടു ഗിവ് ദ സം 120. അതായത് ഇതിനകത്ത് എത്ര ടേംസ് കൂട്ടിയാൽ നമുക്ക് 120 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര ടേംസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സം 120 എന്ന് വരുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ആദ്യം തന്നെ 6 ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുക. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. r ഈക്വൽ ടു 9/3, ദാറ്റ് ഈക്വൽ ടു 3. r ഗ്രേറ്റർ ദാൻ 1 ആണ്. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 ആണ്. a എന്ന് പറയുന്നത് 3 ആണ്, rഉം 3 തന്നെയാണ്. n മൈനസ് 1 ബൈ r മൈനസ് 1 അല്ലേ? r മൈനസ് 1 എന്ന് പറയുന്നത് 3 മൈനസ് 1 ആണ്. 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. അത് എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്? 120 ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഈ 2 നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഈ 2 നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഈ 2 നേരെ ഇപ്പുറത്തേക്ക് വരുന്നു. 3 ഇൻറ്റു 3 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 120. അങ്ങനെയാണെങ്കിൽ 3 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 120 ബൈ 3 എന്ന് വരും. ദാറ്റ് ഈക്വൽ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത 40 വരും. 40 ഇൻറ്റു 2 80 വരും. അങ്ങനെയാണെങ്കിൽ 3 റേസ് ടു n ഈസ് ഈക്വൽ ടു 80. ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പ്ലസ് 1 ആയിട്ട് മാറുമല്ലോ. ദാറ്റ് ഈക്വൽ ടു 81 എന്ന് വരും. ഇവിടെ നമുക്ക് കിട്ടിയത് 3 റേസ് ടു n ഈക്വൽ ടു 81 എന്ന് കിട്ടി. അപ്പോൾ ഈ n എത്രയാണെന്ന് നമുക്ക് കിട്ടേണ്ടത്. n കിട്ടാനായിട്ട് ഈ 81 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 7, അതെ 3 9 3 3 അല്ലേ? അപ്പം 3 റേസ് ടു 4 എന്ന് പറയുന്നതാണ് 81. അപ്പോൾ n എന്ന് പറയുന്നത് 4. 4 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. മനസ്സിലായോ? n ഈക്വൽ ടു 4. ഈ സീക്വൻസിനകത്ത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സീരീസിനകത്ത് ആദ്യത്തെ 4 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 120 എന്ന് വരും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്, പഠിച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ നമ്പേഴ്സ് അതെ തന്നിരിക്കുന്ന നമ്പേഴ്സ് GP ആകും. എക്സിന് ഏത് വാല്യൂ വന്നാൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു GP ആകും, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിയോമെട്രിക് മീനിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ജിയോമെട്രിക് മീനിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ജിയോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ ABC 3 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഇതിനകത്ത് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് B ആയിരിക്കും. ഈ ജിയോമെട്രിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √AC ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, പഠിച്ചിട്ടോണം, നമുക്ക് പഠിക്കാനുള്ളതാണ്. ജിയോമെട്രിക് മീൻ ഈക്വൽ ടു √AC ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ABC 3 നമ്പേഴ്സ് ആണെങ്കിൽ B ഈക്വൽ ടു A + C/2 ആയിരിക്കും. ഇവിടെ നമുക്കറിയേണ്ടത് ജിയോമെട്രിക് മീനാണ്. ജിയോമെട്രിക് മീനാണ്. B ഈക്വൽ ടു √AC. ഇഫ് A, B, C are 3 positive numbers, geometric mean is B ഈക്വൽ ടു √AC. Is it clear? ക്വസ്റ്റ്യനിലേക്ക് പോരാ. ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ജിയോമെട്രിക് മീനാണ്. എക്സ് ഈസ് ഈക്വൽ ടു √AC. എ എന്ന് പറയുന്നത് -2/7 ഇൻറ്റു -7/2. 7 7 2 2 ഒക്കെ കട്ടാവും. ബാക്കി എന്ത് കിട്ടും?
-1 ഇൻറ്റു -1 ദാറ്റ് ഈസ് √1 എന്ന് കിട്ടും. 7 7 2 2 ക്യാൻസലായി -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അപ്പോൾ ഏതൊക്കെ വാല്യൂസിനാണ്? x ഈക്വൽ ടു +or-1 ആണ്. അപ്പോൾ വാല്യൂസ് x ഈക്വൽ ടു +1 or -1. x ഈക്വൽ ടു +1 or -1. ഇനി ഇതിനകത്ത് നിന്ന് ഒരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫൈൻഡ് ദി സം ഓഫ് ദി സീരീസ് 5 5 5 5 5 5. ഈ 4 5 വരും, പിന്നെ ഒരു 6 5 വരും, പിന്നെ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 5 + 5 5 + 5 5 + ഇങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 5 അങ്ങ് കോമൺ ആയിട്ട് അങ്ങ് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്ത് വരും? ഇവിടെ 1 വരും, ഇവിടെയാണെങ്കിലോ 11 വരും, ഇവിടെയാണെങ്കിലോ 111 വരും, പിന്നെ അങ്ങനെ അങ്ങ് പോകും. ഇതിനെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ 9നെ ഞാൻ അകത്തോട്ട് കൊടുക്കുന്നു. 9 + 99 + 999 ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ എനിക്ക് 10 - 1 എന്ന് എഴുതാമല്ലോ. ഇതിന് 100 - 1 എന്ന് എഴുതാമല്ലോ. 100 എന്ന് പറയുന്നത് 10² അല്ലേ? 10² - 1 എന്ന് എഴുതാം. ഇത് 1000 - 1 അല്ലേ? 1000 - 1 അല്ലേ? 1000 എനിക്ക് എന്ത് എഴുതാം? 10³ - 1 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് 5/9 ഞാൻ അതുപോലെ എഴുതി. 10 10² 10³ 10⁴ അങ്ങനെ വരുന്ന ടേംസിനെ മാത്രമായിട്ട് ഞാനൊന്ന് എഴുതി. പിന്നെ ഇനി ആരാ ഉള്ളത്? -1 -1 അങ്ങനെ എത്ര -1 വരും? n - 1 വരും അല്ലേ? n വരെയുള്ള ടേംസ് അല്ലേ ഉള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതും ഇങ്ങനെ പോയി 10⁻n വരെ വരും. ഇതും ഇങ്ങനെ പോയി n വരെ വരും. ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, അങ്ങനെ എത്ര -1 വരും? n - 1 വരും. കാര്യം മനസ്സിലായോ? ടെൻ 10² 10³ 10⁴ 10⁵ എക്സെട്ര അപ് ടു 10⁻n. -1 പിന്നെ ഒരു -1 പിന്നെ ഒരു -1 അങ്ങനെ എത്ര -1? n - 1. ഇനി ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേ, ഇതൊരു GP അല്ലേ? ഇതൊരു GP അല്ലേ? 10 10² 10³ 10⁻⁴ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് ഒരു GP ആണ്. ഇതിനകത്ത് കോമൺ റേഷ്യോ എന്തായിരിക്കും? 10² 10 അല്ലെങ്കിൽ 100/10 100/10 = 10 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 10 r⁻n - 1 10⁻n - 1 by 10 - 1 that equal 10 into 10⁻n - 1 by 9 എന്ന് വരും. ശരിയാണോ? 10⁻9 - 1 by 9 എന്ന് വരും. അപ്പം എനിക്ക് ധൈര്യമായിട്ട് ഇത്രയും ടേംസിന് പകരം അതിൻ്റെ സം എനിക്ക് എഴുതി കൊടുക്കാമല്ലോ അല്ലേ? എന്തെഴുതാം? 5/9 സം ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 × 10⁻n - 1 by 9.
ഓക്കെ, കഴിഞ്ഞില്ല. -1 -1 -1 അങ്ങനെ എത്ര ഉണ്ട്? -1 n-1 ഉണ്ടല്ലേ. 3 -1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -3 കിട്ടും. 3 -5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 -1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? -5 കിട്ടും. അങ്ങനെയാണെങ്കിൽ n-1 നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n-1 നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? -n എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? -n എന്ന് കൊടുക്കാം. -n എന്ന് കൊടുക്കാം. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. 777 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഏത് നമ്പർ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരാം. ചെയ്യുന്നത് ഒരേ പാറ്റേണിൽ തന്നെയാണ്. എങ്ങനെ കിട്ടിയാലും നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരേ മെത്തേഡിൽ തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ടേക്കുക. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ്, കളഞ്ഞേക്കരുത് കേട്ടോ. മാർക്ക് പോകരുത്. 3 മാർക്ക്, 3 or 4 മാർക്ക്, 3 or 4 മാർക്ക് നമുക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ നമുക്കൊരു 4 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫൈനൽ എക്സാമൊക്കെ വരുമ്പോൾ ഒരു 3 മാർക്ക് റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പഠിച്ചിട്ടോണം, വിട്ടുകളയരുത്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എല്ലാം പഠിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയേക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവരോടൊക്കെ ഒന്ന് പറയണം. അവരോടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ കാണാനുമായിട്ടൊന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.